ഇപ്പം ട്രംപ് പ്രഖ്യാപിച്ച 20 പദ്ധതികളുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട്. ഹമാസ് എന്ത് നിലപാടെടുക്കുമെന്ന് ഇപ്പോഴും അറിയില്ല. എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഭാവി? അല്ല, ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വർത്തമാനത്തെക്കുറിച്ച് പറയണം. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഈ കരാർ ഒപ്പിട്ടില്ല, അതിൻ്റെ ഒരു രേഖ തയ്യാറാക്കി. അതായത് വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള ഒരു ധാരണ. ഈ കണ്ടീഷൻസ് 20 കണ്ടീഷൻസ് ഹമാസ് അംഗീകരിക്കണം എന്ന് പറയുന്നു. പച്ചയ്ക്ക് പറഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കുന്ന അവസ്ഥ എന്നറിയാം. നെതന്യാഹു ചിരിക്കുന്നു, ഹമാസ് കരയുന്നു. കാരണം ഹമാസിൻ്റെ കൂടെ എക്കാലത്തും ഒളിഞ്ഞും തെളിഞ്ഞും നിന്നിട്ടുള്ള രാജ്യങ്ങളാണ് സൗദി അറേബ്യ, ഖത്തറാണല്ലോ ഇവരെ തേനും പാലും കൊടുത്ത് പാലൂട്ടി വളർത്തിയിരുന്നത്. ഇവർക്ക് വേണ്ടി മീഡിയേഷൻ നടത്തിയിരുന്നത് ഖത്തറാണ്. ആ ഖത്തർ, ജോർദാൻ, UAE, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഈ കരാറിനെ അംഗീകരിക്കുന്നു. അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഹമാസിനെ തുടച്ചു നീക്കാൻ പോവുകയാണ് ഈ കരാറിൻ്റെ ഭാഗമായി. ഹമാസ് ഇത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഹമാസ് ഇനി ഭൂമിയിൽ ഉണ്ടാവില്ല. കാരണം ഈ കരാർ അംഗീകരിച്ചാൽ ഹമാസ് ആയുധം താഴെ വയ്ക്കണം. ഹമാസ് ഭീകരവാദികൾക്ക് അവിടെ തന്നെ തുടരണമെങ്കിൽ മാപ്പ് അപേക്ഷിച്ച് ആയുധം വെച്ച് കീഴടങ്ങിയ ആംനസ്റ്റി കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് രാജ്യം വിട്ടു പോകാം. കീഴടങ്ങിയാൽ അവരുടെ എല്ലാ സൈനിക ശേഷിയും നശിപ്പിക്കും. അവരുടെ ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്ന അവരുടേത് ഈ തുരങ്കങ്ങളാണ്. ഭൂമിക്കടിയിൽ കിലോമീറ്ററുകളോളം ആധുനിക സൗകര്യങ്ങളുള്ള തുരങ്കങ്ങൾ ഉണ്ടാക്കി, നാഡീഞരമ്പുകൾ പോലെ ഗാസ മുഴുവൻ തുരങ്കങ്ങൾ, ഈ തുരങ്കങ്ങൾ മുഴുവൻ നശിപ്പിച്ചു കളയും. ഇപ്പോൾ IDF ആണ്, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സാണ് ഗാസയിലുള്ളതെങ്കിൽ ഇനി മുതൽ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ISF എന്ന് പറയുന്ന ഒരു ബദൽ സേന ഉണ്ടാവും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ കീഴടങ്ങിയാൽ ഹമാസിന് അവിടെ നിലനിൽപ്പില്ല. ഈ കരാർ ഒപ്പിട്ടില്ലെങ്കിലോ? കരാർ ഒപ്പിട്ടില്ലെങ്കിൽ 72 മണിക്കൂറിന് ശേഷം ഹമാസിനെ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെ ചിലപ്പോൾ അമേരിക്കയും ചേർന്ന് ആക്രമിക്കും. അപ്പോൾ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന കരാർ അംഗീകരിച്ചാലും ഹമാസ് അവസാനിക്കും, അംഗീകരിച്ചില്ലെങ്കിലും ഹമാസ് അവസാനിക്കും. അതിലും മാരകം എന്ന് പറയുന്നത് പോലെ, നേരത്തെ പറഞ്ഞ പോലെ സൗദി അറേബ്യ, ഖത്തർ, UAE, ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഈ കരാറിനെ അംഗീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഖത്തർ പോലും ഇനി പറയുന്നു ഹമാസ് വേണ്ട, ഗാസയിൽ ഹമാസ് വേണ്ട എന്ന് ഖത്തറും പറയുന്നു. അല്ലേ? സിമ്പിളാണ്. അത് കൂടാതെ ഏറ്റവും മാരകമായി ഞാൻ കണ്ട കാര്യം, ഒന്ന്, പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന പാലസ്തീനിലെ ഭരണ സംവിധാനം, അവർ പറയുന്നു ഈ കരാർ സ്വീകാര്യമാണെന്ന് പറയുന്നു. അപ്പം ഗാസയിൽ തന്നെ ഹമാസിനെതിരെ പാലസ്തീൻ അതോറിറ്റി വരുന്നു. തീർന്നില്ല, ചൈന സപ്പോർട്ട് ചെയ്യുന്നു, റഷ്യ സപ്പോർട്ട് ചെയ്യുന്നു, ഇന്ത്യ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഹമാസിന് നിർലോഭം പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന അറബി രാജ്യങ്ങളും ഈ കരാറിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഹമാസ് ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനോട് പറഞ്ഞിരിക്കുന്ന 72 മണിക്കൂറിനകം ഈ 50 തടവുകാരെയും ബന്ദികളെയും വിട്ടയക്കണം. പകരം നിങ്ങൾക്ക് 1950 പലസ്തീൻ തടവുകാരെ വിട്ടയക്കും. 72 മണിക്കൂറിനകം നിങ്ങളെ വിട്ടയച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറും. എപ്പോഴാണെന്നറിയോ? അവസാനത്തെ ഹമാസ് ഭടനും ആയുധം വെച്ച് കീഴടങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ പിന്മാറും. പിന്മാറുന്ന ഘട്ടം ഘട്ടമായിട്ടായിരിക്കും. പിന്മാറിക്കഴിഞ്ഞാലും ഗാസയുടെ അതിർത്തിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ ബഫർ സോണായി മാറ്റിവെക്കും. അങ്ങോട്ട് പലസ്തീനികൾ വരാൻ പാടില്ല. ഇപ്പം തന്നെ ഈ യുദ്ധത്തിന് മുമ്പ് ഒരു ദിവസം ഏതാണ്ട് 20,000-ഓളം പലസ്തീനികൾ എല്ലാ ദിവസവും ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 17 ലക്ഷത്തോളം മുസ്ലിമുകൾ ഇസ്രായേൽ പൗരന്മാരായി ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്, പൗരന്മാരായി ജീവിക്കുന്നുണ്ട്. നിസറ്റ് എന്ന് പറയുന്ന അവരുടെ പാർലമെൻറ്റിൽ പോലും ഇസ്രായേലിലെ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ ഈ ജൂതരാഷ്ട്രമാണെങ്കിലും ഈ മുസ്ലിം രാജ്യങ്ങളിൽ കാണിക്കുന്നത് പോലെ മറ്റു മതസ്ഥരെ, ഇപ്പം നമ്മൾ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ UAE-യിലോ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്കാണ് അവിടുത്തെ മതത്തിൽപ്പെട്ട ആളുകൾക്കാണ് പ്രഥമ സ്ഥാനം. ഒരിക്കലും മറ്റുള്ളവർക്ക് പൗരത്വം പോലും കിട്ടുകയില്ല. അവിടെ ചെന്ന UAE ചെന്ന ഹിന്ദുക്കൾക്ക് പൗരത്വം കിട്ടത്തില്ല, ക്രിസ്ത്യാനിക്ക് കിട്ടത്തില്ല, സൗദി അറേബ്യയിൽ കിട്ടത്തില്ല. ഇസ്രായേലിൽ അങ്ങനെയല്ല. ഇസ്രായേൽ ജൂതരാഷ്ട്രമാണെങ്കിലും അവിടെ മുസ്ലിങ്ങൾക്ക് പൗരത്വമുണ്ട്, എല്ലാ പൗരാവകാശങ്ങളും ഉണ്ട്, അവർക്ക് പാർലമെൻറ്റിൽ അംഗത്വം പോലും ഉണ്ട്. അങ്ങനെ വളരെ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിൻ്റെ നിലപാടുകളെ ഇപ്പോൾ ലോകം അംഗീകരിക്കുന്നു. കാരണം ഞങ്ങളുടെ രാജ്യത്തിന് നിലനിൽക്കണമെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനം ഇനി ഉണ്ടാവാൻ പാടില്ല എന്നാണ് നെതന്യാഹു ഇതുവരെ പറഞ്ഞത്. 2 കാര്യങ്ങൾ നെതന്യാഹു ആവശ്യപ്പെട്ടു. ഒന്ന്, ഹമാസിന് ഗാസയിൽ ഉണ്ടാവാൻ പാടില്ല. 2, ബന്ദികളെ വിട്ടുകിട്ടണം. ഈ 2 കാര്യങ്ങളുമാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന സമാധാന ഉടമ്പടിയിലെ
പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ബന്ദികളെ 72 മണിക്കൂറിനകം വിട്ടു തന്നാൽ, ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഹമാസിന് എന്ത് ചെയ്യാം? വെടിനിർത്തൽ കിട്ടും. കാരണം ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഇസ്രായേൽ ഇക്കാലം അത്രയും ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഹമാസിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് പോകാൻ മാത്രമല്ല, ഇനിയൊരു ഭരണകൂടം, പുതിയൊരു ഭരണകൂടം അവിടെ ഉണ്ടാവും. പുതിയ ഭരണകൂടം ഉണ്ടായാലും അതിനകത്ത് ഹമാസിന് ഒരു പങ്കും ഉണ്ടാവത്തില്ല. ഹമാസിന് ഈ ആയുധമൊക്കെ വെച്ച് കീഴടങ്ങിയിട്ട് ഞങ്ങളിനി ആയുധം എടുക്കുന്നില്ല, ഞങ്ങൾ സമാധാനപരമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഹമാസ് മുന്നോട്ട് വന്നാലും ഹമാസിനെ ഈ പറയുന്ന ഗാസയുടെ ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാവില്ല എന്ന് പറയുന്നു. അതുകൂടാതെ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ചെയ്യാക്കേണ്ടത്, ആരോടും ഗാസ വിട്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടില്ല. പക്ഷെ പോകണമെന്നുള്ളവർക്ക് ഫ്രീ പാസേജ് അനുവദിക്കും. ഹമാസിനായാലും പോകാൻ വേണ്ടി വഴി കൊടുക്കും. ഇനി നേരത്തെ പോയ ആളുകൾക്ക്, യുദ്ധം തുടങ്ങിയപ്പോൾ പോയ ആളുകളുണ്ട്, അവർക്ക് വേണം തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തിരിച്ചു വരാനും സംഭവിക്കും. അങ്ങനെ 20 കാര്യങ്ങളാണ് ഈ പാക്കേജിൽ, ഈ സമാധാന പാക്റ്റിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ടോണി ബ്ലെയർ, പഴയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറും ട്രംപും കൂടെ ചേർന്നിട്ടുള്ള ഉന്നതതല സമിതി രൂപീകരിക്കും ഈ കാര്യങ്ങൾ മൊത്തത്തിൽ മോണിറ്റർ ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ ഗാസയുടെ ഭരണം, ഗാസയുടെ നീക്കങ്ങൾ, ഗാസയിലെ ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്ന ഒരു ഹൈ പവർ കമ്മിറ്റിയുണ്ട്. ആ ഹൈ പവർ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ട്രംപായിരിക്കും. അപ്പോൾ മാത്രമല്ല, ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സമാധാന സേന അവിടെ ഉണ്ടാവും. ആ സമാധാന സേനയിൽ ഇസ്രായേൽ ഭടന്മാരുണ്ടാവും, അമേരിക്കയുടെ ഉണ്ടാവും, ബ്രിട്ടൻ്റെ ഉണ്ടാവാം. ഇപ്പോൾ ടോണി ബ്ലെയറിനെ കൊണ്ടുവന്നതിൽ ഒരു വലിയ ഒരു ആക്ഷേപമുണ്ട്. കാരണം ടോണി ബ്ലെയറിനെ കൊണ്ടുവന്നതിനെക്കുറിച്ച് പറയുന്നത്, ടോണി ബ്ലെയർ ആയിരുന്നു ഇറാഖ് അധിനിവേശം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. അതുമാത്രമല്ല, വളരെ കാലം മുതലേ ടോണി ബ്ലെയറും ട്രംപുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പം ഇറാഖ് അധിനിവേശത്തിന് അമേരിക്കയെ സഹായിച്ച ടോണി ബ്ലെയറിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ട്രംപിൻ്റെ ഒരു പഴയ പദ്ധതിയില്ലേ, ഗാസ ഇനി ഞങ്ങളുടേതായിരിക്കും, ഗാസ ഞങ്ങൾ ഏറ്റെടുക്കും, ഗാസയെ ലോകത്തിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞ ഒരു പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണോ ടോണി ബ്ലെയറിനെ കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യം. കാരണം ടോണി ബ്ലെയറിൻ്റെ പേര് നമ്മൾ ലോക മാധ്യമങ്ങളിൽ ചർച്ചയായിട്ട് കാലങ്ങളായി. കാരണം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന അയാൾ സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം ടോണി ബ്ലെയറിനെ കുറിച്ച് ആരും കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ടോണി ബ്ലെയറിനെ തന്നെ ട്രംപ് പിക്ക് ചെയ്ത് ഈ ഒരു ഉന്നതതല കമ്മിറ്റി, ഇതിൻ്റെ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ഉന്നത കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗാസ ഇനി മുതൽ തങ്ങളുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കണം, നേരിട്ടോ അല്ലാതെയുള്ള നിയന്ത്രണത്തിലായിരിക്കണം ഗാസ എന്നുള്ള ട്രംപിൻ്റെ ഒരു ആഗ്രഹമുണ്ട്. അത് ട്രംപ് സാധിക്കുകയാണ്. ടോണി ബ്ലെയറിനെ ഉപയോഗിച്ച് തൻ്റെ മരുമകനെയായിരുന്നു ആദ്യം നിയോഗിച്ചത്. അപ്പോൾ അതൊരു പക്ഷേ തൻ്റെ മരുമകൻ്റെ ചില റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന നീക്കം എന്ന തരത്തിലൊക്കെ ആഗോളതലത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടതുകൊണ്ടാണ് തൻ്റെ ഇറാഖ് ഓപ്പറേഷന്, അമേരിക്കയുടെ ഇറാഖ് ഓപ്പറേഷന് ചുക്കാൻ പിടിച്ച ഒരു കൗശലക്കാരനായ ടോണി ബ്ലെയറിനെ കൊണ്ടുവന്നിട്ട് ഒരു പുതിയ പദവി കൊണ്ടുവരുന്നു എന്നതാണ് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, അമേരിക്കയുടെ അജണ്ട നടപ്പാക്കുന്നു. പൂർണ്ണമായും ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ഇതിനകത്ത് നമുക്ക് അവിശ്വസനീയമായി തോന്നിയത് ഖത്തർ എന്തുകൊണ്ടാണ് ഹമാസിനെ പൂർണ്ണമായും കൈയൊഴിയുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈ ബൈഡൻ ഉണ്ടായിരുന്ന സമയത്തും ഖത്തർ ആയിരുന്നു ഈ ഹമാസ് ഭീകരന്മാരുടെ തലവന്മാരെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ച് ട്രംപ് ജനുവരി 20 തൻ്റെ ഓഫീസിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പാണ് അമേരിക്കൻ ഭരണകൂടം പറഞ്ഞ് എല്ലാവരും പൊക്കോണം, ഇവിടുന്ന് സ്ഥലം വിട്ടോണം, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല എന്ന് പറഞ്ഞത്. എന്നാൽ പോലും ഹമാസിനെ നിരന്തരം സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രൊപ്പഗാൻഡ നടത്തുക ചെയ്തുകൊണ്ടിരിക്കുന്ന അൽ ജസീറയാണ്. ഖത്തറിൻ്റെ നിർലോഭമായ നിസ്സീമമായ സഹകരണം എക്കാലത്തും ഹമാസിനുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഹമാസിനെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഒഴിവാക്കുന്ന തരത്തിലുള്ള ഒരു കരാറിനെ അനുകൂലിക്കാൻ ഖത്തർ തയ്യാറായത് എന്ന ചോദ്യം വരുന്നുണ്ട്. അവിടെയാണ് ഇസ്രായേൽ ഖത്തറിലേക്ക് വിട്ട ഏതാനും വിമാനങ്ങളുടെയും മിസൈലുകളുടെയും ശബ്ദവും വെടിയൊച്ചയും ബാക്കി നിൽക്കുന്നത്. കാരണം അമേരിക്ക പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി വേറെ മാർഗമൊന്നുമില്ല, കാരണം ഇസ്രായേൽ വളരെ കടുംപിടുത്തത്തിലാണ്, ഞങ്ങൾ പോലും അറിയാതെ വേണ്ടി വന്ന നിങ്ങളെ ആക്രമിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങളെ ആക്രമിച്ചപ്പോൾ നിങ്ങളുടെ സോവറിനിറ്റി, പരമാധികാരത്തിലേക്ക് കടന്നു കയറി നിങ്ങളുടെ ഒരു കെട്ടിടത്തിൽ ആക്രമണം നടത്തി നിങ്ങളുടെ ഒരാൾ കൊല്ലപ്പെട്ടതിന് മാത്രമാണ് അവർ ഖേദം പറഞ്ഞത്. അല്ലാതെ ഖത്തറിനെ ആക്രമിച്ചതിൽ
മാപ്പൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ സോവർണിറ്റി, പരമാധികാരത്തെ ഇനി ലംഘിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഹമാസിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു കളി ഇനി ഖത്തർ തുടരേണ്ടതില്ല എന്നുള്ള ഒരു സന്ദേശം കൃത്യമായി അമേരിക്ക കൊടുത്തിട്ടുണ്ട്. അമേരിക്ക പറയുന്നു, അമേരിക്ക പറയാതെ തന്നെ ഖത്തറിന് മനസ്സിലാവും. കാരണം ഇസ്രയേൽ വിമാനങ്ങൾ പറന്നു വന്നപ്പോൾ, അവർ മിസൈലുകൾ അയച്ചപ്പോൾ അമേരിക്കയ്ക്ക് തടയാമായിരുന്നു. അമേരിക്ക കണ്ണടച്ചളഞ്ഞു. അപ്പോൾ ഹമാസിനെ ഇനി സംരക്ഷിക്കുന്ന നിലപാടാണ് ഖത്തർ എടുക്കുന്നതെങ്കിൽ അമേരിക്കയ്ക്ക് പോലും നിങ്ങളെ സഹായിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല എന്ന് വന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഖത്തറിൽ നിന്ന് ഈ ഹമാസ് ഭീകരവാദികൾ കുറേ പേര് ഈ ബൈഡൻ ഭരണകൂടത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒഴിവാകാൻ പറഞ്ഞപ്പോൾ നേരെ തുർക്കി പോയി. തുർക്കി ഈ കരാറിനെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ സംഭവം മനസ്സിലായില്ലേ? തുർക്കിയും ഈ കരാറിനെ പിന്തുണയ്ക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തുർക്കിയും അമേരിക്കയും കൂടെ എർദോഗനും ട്രംപും കൂടെ ഒരു ചർച്ച നടന്നപ്പോഴത്തേക്ക് തുർക്കി ആവശ്യപ്പെട്ടു, പണ്ട് F-35 ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു, തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കാരണം, കൊടുക്കാതിരുന്നതിൻ്റെ കാരണം, നാറ്റോയിൽ അംഗമായിരുന്നിട്ട് തുർക്കി S-400 റഷ്യയിൽ നിന്ന് വാങ്ങി. ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളുടെ ശത്രുവാണ് റഷ്യ. പക്ഷേ റഷ്യയുടെ S-400 വാങ്ങിച്ച് നിങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ F-35 തരുന്നില്ല എന്നൊരു നിലപാട് അമേരിക്ക എടുത്തിരുന്നു. അപ്പോൾ ഈ ചർച്ചയിൽ ഞങ്ങൾക്ക് F-35 വേണം എന്ന് തുർക്കി ആവശ്യപ്പെട്ടെങ്കിലും ട്രംപ് വഴങ്ങിയില്ല എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ നിലപാടുകളിൽ എനിക്ക് അതൃപ്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചില താല്പര്യങ്ങൾക്കനുസൃതമായി നിങ്ങൾ മാറിയാൽ മാത്രമേ ഇനി എർദോഗനെ സഹായിക്കാനായിട്ട് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് മുന്നോട്ട് വരൂ എന്നൊരു സന്ദേശം കൊടുത്തു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് തുർക്കി എക്കാലത്തും ഹമാസിനെയും സപ്പോർട്ട് ചെയ്ത രാജ്യമാണെങ്കിലും ഇപ്പോൾ ഈ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്ന ഈ പദ്ധതിക്ക് തുർക്കിയും സഹായിക്കുന്നത്. അപ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അറബ് ലോകത്ത് മുഴുവനായി ഹമാസിനെ കൈയൊഴിയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഹമാസിന് സപ്പോർട്ടായിട്ട് കേരളത്തിൽ പിണറായി വിജയനും കേരളത്തിലെ സുടുക്കളും മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ പാലസ്തീൻ്റെ അംബാസഡർ ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പരിപാടി പങ്കെടുക്കുന്നു, പിണറായി വിജയനെ കാണുന്നു, ഓടി നടക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് പാലസ്തീൻ്റെ അംബാസഡർ ഓടി നടക്കേണ്ടത് സൗദി അറേബ്യയിൽ, UAE-യിൽ, ജോർദാനിൽ, ഈജിപ്തിൽ ഒക്കെയാണ്. അല്ലെങ്കിൽ പാലസ്തീൻ അതോറിറ്റിയെ തന്നെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കാരണം ഈ കരാറ് ഹമാസിനെ സഹായിക്കുന്നതല്ല, ഹമാസിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ യെസ് എന്ന് പറഞ്ഞാലും നോ എന്ന് പറഞ്ഞാലും അടികിട്ടും. അപ്പോൾ ഹമാസിനെ സംബന്ധിച്ച് ഹമാസിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഏതായാലും ഫലത്തിൽ രണ്ട് സംഭവിച്ചാലും പാലസ്തീനിൽ ഒരു ശാന്തത ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം കരാർ ഒപ്പിട്ടില്ലെങ്കിൽ അമേരിക്കൻ പിന്തുണയോടെ അതിശക്തമായി ഇസ്രായേൽ ആഞ്ഞടിക്കും. ഇസ്രായേലിന് ഇഷ്ടമുള്ളത് ചെയ്യാമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ കരാർ ഒപ്പിട്ടില്ലെങ്കിൽ ഹമാസിന് മേൽ നരകം പൊട്ടി വീഴുമെന്ന് മുമ്പ് പലതവണ പറഞ്ഞ അതേ വാചകം ട്രംപ് ആവർത്തിച്ചിട്ടുമുണ്ട്. അതാണ് വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ ഗാസയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇനി വെടിനിർത്തലിന് തയ്യാറായാലോ ഹമാസ് തുടച്ചു നീക്കപ്പെട്ടു, ഹമാസിന് ഇല്ല. ഹമാസില്ല. ഹമാസിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങി, ഇനി നാളുകൾ എണ്ണപ്പെട്ടു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ ഉറപ്പായി, അടുത്ത മാസം ആണ് നോബൽ സമ്മാനം പ്രഖ്യാപിക്കാൻ പോകുന്നത്. ട്രംപിന് നോബൽ സമ്മാനം കിട്ടുമോ എന്നത് ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാവിയെ കൂടി ആശ്രയിച്ചിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.